Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് ഗ്രേസ്. എൻ്റെ പേര് ഗ്രേസ് എന്നാണ്. ഐ ആം 29 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 29 വയസ്സുണ്ട്. ഐ ആം മാരീഡ്. ഞാൻ വിവാഹിതയാണ്. മൈ ഹസ്ബൻഡ്സ് നെയിംസ് ജാക്സൺ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജാക്സൺ എന്നാണ്. ഹീസ് 35 ഇയേഴ്സ് ഓൾഡ്. അദ്ദേഹത്തിന് 35 വയസ്സുണ്ട്. വി ലിവ്. ഞങ്ങൾ ജീവിക്കുന്നത് ഇൻ എ സ്മോൾ ഹൗസ്. ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മൈ ഹസ്ബൻഡ് ഈസ് എ ഗുഡ് മാൻ. എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്. ഹീ വർക്ക്സ് അലോട്ട് എവറി ഡേ. അദ്ദേഹം എല്ലാ ദിവസവും നന്നായി ജോലി ചെയ്യുന്നു. ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലത്തോളം. എവറിത്തിങ് ഫെൽറ്റ് നോർമൽ ഹിയർ. ഒരുപാട് കാലത്തോളം ഇവിടെയെല്ലാം സാധാരണ പോലെയായിരുന്നു. ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് കാം. ജീവിതം വളരെ ലളിതവും സമാധാനപൂർണവുമായിരുന്നു. സിമ്പിൾ എന്നാൽ ലളിതമായ, കാം എന്നാൽ സമാധാനപൂർണമായ. ദെൻ പിന്നീട് തിങ്സ് ബിഗാൻ ടു ചേഞ്ച് സ്ലോലി. ബിഗാൻ എന്നാൽ തുടങ്ങി. പിന്നീട് കാര്യങ്ങൾ സാവധാനം മാറി മറിയാൻ തുടങ്ങി. ഇറ്റ് ബിഗാൻ. ഇത് തുടങ്ങിയത്, പ്രശ്നം തുടങ്ങിയത് വിത്ത് അവർ നെയ്ബർ. ഞങ്ങളുടെ അയൽവാസിയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഹെർ നെയിം ഈസ് ബത്തനി. അവളുടെ പേര് ബത്തനി എന്നാണ്. ഷീ ലിവ്സ്. അവൾ ജീവിക്കുന്നത് ഇൻ ദ ഹൗസ് നെക്സ്റ്റ് ടു അവേഴ്സ്. നെക്സ്റ്റ് എന്നാൽ അടുത്തായിട്ട്, അവേഴ്സ് എന്നാൽ ഞങ്ങളുടെ. ഞങ്ങളുടെ വീടിന് അടുത്തായിട്ടാണ് അവൾ താമസിക്കുന്നത്. ലിവ്സ് എന്നാൽ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്, ഇതൊക്കെയാണ് അർത്ഥം. ഐ സ്റ്റാർട്ടഡ് ടു നോട്ടീസ് ബത്തനി ഓഫൺ. ഓഫൺ എന്നാൽ പലപ്പോഴും, നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക. ഞാൻ ബത്തനിയെ പലപ്പോഴും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ബത്തനി വാസ് ഓൾവേസ് അറ്റ് ഹെർ വിൻഡോ. ബത്തനി എല്ലായ്പ്പോഴും ജനലിൻ്റെ അടുത്ത് ഉണ്ട് എന്ന തോന്നലായിരുന്നു. ഷീ വാച്ച്ഡ് മീ ഫ്രം ഹെർ വിൻഡോ. ഷീ വാച്ച്ഡ് മീ. അവൾ എന്നെ നിരീക്ഷിച്ചിരുന്നു. ഫ്രം ഹെർ വിൻഡോ. അവളുടെ ജനലിൻ്റെ അവിടെ നിന്ന് അവൾ എന്നെ നിരീക്ഷിച്ചിരുന്നു. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് ഫീലിംഗ്. അതൊരു വിചിത്രമായ, അസാധാരണമായ അനുഭവമായിരുന്നു. ബത്തനി നെവർ സ്മൈൽഡ്. ബത്തനി ഒരിക്കലും പുഞ്ചിരിച്ചിരുന്നില്ല. ഹെർ ഫേസ് വാസ് ഓൾവേസ് സീരിയസ്. അവളുടെ മുഖത്ത് എപ്പോഴും ഗൗരവഭാവമായിരുന്നു. ഷീ നെവർ സെഡ് ഹലോ. അവൾ ഒരിക്കലും ഹലോ എന്ന് പറഞ്ഞിരുന്നില്ല. ഷീ നെവർ സ്പോക്ക്. അവൾ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല എ സിംഗിൾ വേർഡ് ടു മീ. അവൾ ഒരിക്കലും എന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചിരുന്നില്ല. ഷീ ഓൺലി വാച്ച്ഡ്. അവൾ നിരീക്ഷിക്കുക മാത്രമേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ഹെർ ഐസ് വർ ഓൾവേസ് ഓൺ മീ. അവളുടെ കണ്ണുകൾ എപ്പോഴും എൻ്റെ നേർക്കായിരുന്നു. ഐ ഫെൽറ്റ് എ ലിറ്റിൽ സ്കേർഡ്. എനിക്കല്പം ഭയം തോന്നി. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല. വൈ ഷീ വാച്ച്ഡ് മീ സോ മച്ച്. അവൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. വാസ് ഇറ്റ് നോർമൽ ഫോർ നെയ്ബേഴ്സ് ടു വാച്ച് ഈച്ച് അതർ ലൈക്ക് ദിസ്. നോർമൽ എന്നാൽ സാധാരണയായ, ഈച്ച് അതർ എന്നാൽ പരസ്പരം, ലൈക്ക് ദിസ് എന്നാൽ ഇതുപോലെ, നെയ്ബേഴ്സ് എന്ന് വെച്ചാൽ അയൽവാസികൾ. അയൽവാസികൾ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് സാധാരണയാണോ? ഐ ഡിഡ് നോട്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ തോന്നിയില്ല. വൺ ആഫ്റ്റർനൂൺ. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്. ഐ വാസ് ഹാങ്ങിങ് ക്ലോത്ത്സ് ഔട്ട്സൈഡ്. ഞാൻ വസ്ത്രങ്ങൾ പുറത്ത് തൂക്കിയിടുകയായിരുന്നു. ഹാങ് എന്നാൽ തൂക്കിയിടുക. ഐ വാസ് ഹാങ്ങിങ്. ഞാൻ തൂക്കിയിടുകയായിരുന്നു. ഐ ടേൺഡ് സ്ലോലി. ഞാൻ സാവധാനം തിരിഞ്ഞു. ബത്നി വാസ് അറ്റ് ഹെർ വിൻഡോ. ബത്നി അവളുടെ ജനലരികിൽ ഉണ്ടായിരുന്നു. വാച്ചിങ് മീ. എന്നെ നിരീക്ഷിച്ചുകൊണ്ട് ബത്നി അവളുടെ ജനലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ടു മച്ച്. ഇവിടെ ഇറ്റ് വാസ് ടു മച്ച് എന്നതിനർത്ഥം അത് എനിക്ക് സഹിക്കാനാവാത്തതായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അത് അധികമായിരുന്നു. ഐ കുഡ് നോട്ട് ബ്രീത്ത്. ബ്രീത്ത് എന്നാൽ ശ്വസിക്കുക. എനിക്ക് ശ്വസിക്കാൻ സാധിച്ചില്ല. ഐ കുഡ് നോട്ട് എന്നാൽ എനിക്ക് സാധിച്ചില്ല. ഐ ഹറീഡ് ബാക്ക് ഇൻ ടു ദ ഹൗസ്. ഞാൻ പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് തിരിച്ചുപോയി. ഹറീഡ് എന്നാൽ ധൃതിയിൽ ഞാൻ വീട്ടിനുള്ളിലേക്ക് പെട്ടെന്ന് തിരിച്ചുപോയി. മൈ ഹാർട്ട് ബീറ്റിംഗ് ഫാസ്റ്റ്. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. ലേറ്റർ ദാറ്റ് ഈവനിങ്.
അന്ന് വൈകുന്നേരം കുറച്ചു കഴിഞ്ഞ് ജാക്സൺ കെയിം ഹോം ഫ്രം വർക്ക്. ജാക്സൺ കെയിം ഹോം. ജാക്സൺ വീട്ടിലേക്ക് വന്നു. ഫ്രം വർക്ക്. ജോലി കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ജാക്സൺ വീട്ടിലേക്ക് വന്നു. ഹി ആസ്ക്ഡ് അബൌട്ട് മൈ ഡേ. എൻ്റെ അന്നത്തെ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. ഹി ആസ്ക്ഡ് എന്നാൽ അദ്ദേഹം ചോദിച്ചു. എബൌട്ട് മൈ ഡേ എൻ്റെ ദിവസത്തെപ്പറ്റി. ഐ ഡിസൈഡഡ് ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു ടെൽ ഹിം എബൌട്ട് ബെത്തനി. ബെത്തനിയെക്കുറിച്ച് അദ്ദേഹത്തോട് പറയാൻ ഞാൻ തീരുമാനിച്ചു. ഐ സെഡ് ഞാൻ പറഞ്ഞു. ജാക്സൺ ഷീസ് ഓൾവേസ് വാച്ചിങ് മീ. അവൾ എപ്പോഴും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എവറി ടൈം ഐ ഗോ ഔട്ട്സൈഡ്. ഞാൻ പുറത്തേക്ക് പോകുന്ന എല്ലാ സമയത്തും ബെത്തനി ഈസ് ദർ. ബെത്തനി അവിടെയുണ്ട്. ജാക്സൺ സ്മൈൽഡ്. ജാക്സൺ പുഞ്ചിരിച്ചു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഗ്രേസ് മൈ ലവ്. മൈ ലവ് എന്നതിന് ഇത് ഓമനിച്ച് വിളിക്കുകയാണ്, സ്നേഹത്തോടെ വിളിക്കുകയാണ്. മൈ ലവ്. യു ആർ ഇമാജിനിങ് തിങ്സ്. നീ ഓരോ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇമാജിൻ എന്നാൽ സങ്കല്പിക്കുക, തിങ്സ് എന്നാൽ കാര്യങ്ങൾ. മേ ബി ഒരു പക്ഷേ ഷീ ജസ്റ്റ് ലൈക്സ് ലുക്കിംഗ് ഔട്ട് ഹെർ വിൻഡോ. അവൾ അവളുടെ ജനലിലൂടെ പുറത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ജാക്സൺ ഇങ്ങനെ പറഞ്ഞു. ഹി തോട്ട് ഐ വാസ് ബീങ് സിലി. സില്ലി എന്നാൽ അർത്ഥം കഥയില്ലാത്ത, ബാലിശമായ ഇതൊക്കെയാണ് അർത്ഥം. ഹി തോട്ട് അദ്ദേഹം കരുതി. ഐ വാസ് ബീങ് സിലി ഞാൻ വെറുതെ വിഡ്ഢിത്തങ്ങൾ പറയുകയാണെന്ന് അദ്ദേഹം കരുതി. ഐ സെഡ് ഞാൻ പറഞ്ഞു. നോ ജാക്സൺ അല്ല ജാക്സൺ. ഐ ആം നോട്ട് ഇമാജിനിങ് ഇറ്റ് ഞാൻ ഇത് വെറുതെ സങ്കല്പിക്കുകയല്ല. ഇറ്റ്സ് റിയൽ ഇത് യഥാർത്ഥമാണ്. ഷി വാച്ച്സ് മീ ഓൾ ദ ടൈം അവൾ എല്ലാ സമയത്തും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇറ്റ് മേക്സ് മീ ഫീൽ സോ അൺകംഫർട്ടബിൾ അത് എന്നെ വളരെയധികം അസ്വസ്ഥയാക്കുന്നു. അൺകംഫർട്ടബിൾ എന്നാൽ സുഖമില്ലാത്ത, ബുദ്ധിമുട്ടുള്ള ഇതൊക്കെയാണ് അർത്ഥം, അസ്വസ്ഥമായ. ഐ ഫീൽ ലൈക്ക് ഐ കനോട്ട് ബ്രീത്ത് സംടൈംസ്. ഐ ഫീൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് അനുഭവപ്പെടുന്നത്. ലൈക്ക് എന്നാൽ പോലെ. ലൈക്ക് ഐ കനോട്ട് ബ്രീത്ത് സംടൈംസ് ചില സമയങ്ങളിൽ എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, അനുഭവപ്പെടുന്നത്. ജാക്സൺ കിസ്ഡ് മൈ ഫോർഹെഡ്. ഫോർഹെഡ് എന്നാൽ നെറ്റിത്തടം. എൻ്റെ നെറ്റിത്തടത്ത് ജാക്സൺ ഉമ്മ വെച്ചു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഗ്രേസ് യു വറി ടു മച്ച്. നീ കൂടുതൽ വേവലാതിപ്പെടുന്നു. ദർ ഈസ് നത്തിങ് ടു ബി അഫ്രൈഡ് ഓഫ്. ദർ ഈസ് നത്തിങ് ഒന്നുമില്ല. ടു ബി അഫ്രൈഡ് ഓഫ് ഭയപ്പെടാൻ ഒന്നുമില്ല. ഷീ ഈസ് ജസ്റ്റ് എൻ ഓൾഡ് നെയ്ബർ. അവൾ വെറും ഒരു പഴയ അയൽവാസി മാത്രമാണ്. ഹി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഹി കുഡ് നോട്ട് സീ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. ഇറ്റ് ഫ്രം മൈ സൈഡ് എൻ്റെ വശത്തു നിന്നും അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചില്ല. എൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബട്ട് എന്നാൽ ഐ ന്യൂ എനിക്കറിയാമായിരുന്നു. ഐ വാസ് നോട്ട് റോങ് എനിക്ക് തെറ്റു പറ്റിയിട്ടില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഐ റിയലി വാണ്ടഡ് ടു ഷോ ജാക്സൺ. ഷോ എന്നാൽ കാണിക്കുക, റിയലി എന്നാൽ ശരിക്കും. എനിക്ക് ജാക്സനെ അത് കാണിക്കണമായിരുന്നു. ഐ നീഡഡ് ഹിം ടു സീ ബെത്തനി. എനിക്ക് അദ്ദേഹം ബെത്തനിയെ കാണണമായിരുന്നു. എവറി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ. ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചു. ഐ സെഡ് ഞാൻ പറഞ്ഞു. ലുക്ക് ജാക്സൺ നോക്കൂ. ഷീസ് ദർ അവൾ അവിടെയുണ്ട്. ഐ പോയിൻറ്റഡ് ടു ബെത്തനീസ് വിൻഡോ. ഞാൻ ബെത്തനിയുടെ ജനലിലേക്ക് വിരൽ ചൂണ്ടി. ജാക്സൺ കെയിം ക്വിക്ക്ലി ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ജാക്സൺ പെട്ടെന്ന് വന്ന് പുറത്തേക്ക് നോക്കി. ജാക്സൺ കെയിം ക്വിക്ക്ലി ജാക്സൺ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ആൻഡ് ലുക്ക്ഡ് ഔട്ട് അദ്ദേഹം പുറത്തേക്ക് നോക്കി. ബട്ട് എന്നാൽ എവറി ടൈം ദ വിൻഡോ വാസ് എംപ്റ്റി. എന്നാൽ എല്ലാ സമയവും ജനൽ ശൂന്യമായിരുന്നു, അവിടെ ആരും ഇല്ലായിരുന്നു. ബെത്നി വാസ് നെവർ ദർ. ബെത്നി ഒരിക്കലും അവിടെ ഇല്ലായിരുന്നു. ആസ് സൂൺ ആസ് ജാക്സൺ വാസ് നിയർ. ജാക്സൺ വരുന്ന സമയത്ത് ഉടൻ തന്നെ. ആസ് സൂൺ ആസ് എന്നാൽ ഉടൻ തന്നെ. ബെത്നി വുഡ് മൂവ് അവേ. ജാക്സൺ ജനലിൻ്റെ അടുത്തേക്ക് വന്നാൽ ഉടനെ തന്നെ ബെത്നി അവിടെ നിന്നും മാറിപ്പോകുമായിരുന്നു. ജാക്സൺ വുഡ് ഓൺലി സീ എൻ എംപ്റ്റി വിൻഡോ. ജാക്സൺ എപ്പോഴും ശൂന്യമായ ജനൽ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഹീ ടേൺ ടു മീ ആൻസേർഡ്. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. സ്വീറ്റ് ഹാർട്ട്. സ്വീറ്റ് ഹാർട്ട് എന്നുള്ളത് സ്നേഹത്തോടെ ഉള്ളൊരു വിളിയാണ്. സ്വീറ്റ് ഹാർട്ട്.
ദർ ഈസ് നോ വൺ ദർ. അവിടെ ആരും തന്നെയില്ല. പ്ലീസ് ഡോണ്ട് വറി സോ മച്ച്. ദയവായി കൂടുതൽ വ്യാകുലതപ്പെടരുത്. ബട്ട് എന്നാൽ ഐ വറീഡ് മോർ. ഞാൻ കൂടുതൽ വ്യാകുലതപ്പെട്ടു. ജാക്സൺ ഡിഡ് നോട്ട് ബിലീവ് മീ. ജാക്സൺ എന്നെ വിശ്വസിച്ചില്ല. ഹിസ് വേർഡ്സ് ഡിഡ് നോട്ട് ഹെൽപ്പ് മീ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ സഹായിച്ചില്ല. ഐ ഫെൽറ്റ് വെരി അലോൺ. എനിക്ക് തികച്ചും ഏകാന്തത അനുഭവപ്പെട്ടു. ഐ വാണ്ടഡ് മൈ ഓൾഡ് ക്വയറ്റ് ലൈഫ് ബാക്ക്. ക്വയറ്റ് ലൈഫ് എന്നാൽ ശാന്തമായിട്ടുള്ള. എനിക്ക് എൻ്റെ പഴയ ശാന്തമായ ജീവിതം തിരിച്ചു കിട്ടണമായിരുന്നു. ഐ വാണ്ടഡ് ടു ഫീൽ സേഫ് ഇൻ മൈ ഓൺ ഹോം അഗെയിൻ. മൈ ഓൺ ഹോം എന്നാൽ എൻ്റെ സ്വന്തം വീട്. അഗെയിൻ എന്നാൽ വീണ്ടും. എൻ്റെ സ്വന്തം വീട്ടിൽ വീണ്ടും സുരക്ഷിതത്വം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഐ നീഡഡ് ടു ടേക്ക്. എനിക്ക് എടുക്കണമായിരുന്നു ബെത്തനീസ് പിക്ചർ. ബെത്തനിയുടെ ചിത്രം. ടു ഷോ ജാക്സൺ ദ ട്രൂത്ത്. ജാക്സന് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, സത്യം കാണിക്കാൻ വേണ്ടിയിട്ട് ബെത്തനിയുടെ ചിത്രം എനിക്ക് എടുക്കണമായിരുന്നു. സോ ദ നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെ ഐ വോക്കപ്പ് ഏർലി. ഞാൻ നേരത്തെ ഉറക്കമുണർന്നു. ഐ പുട്ട് ദ ഫോൺ ഓൺ ദ വിൻഡോ. ഞാൻ ജനലിൽ എൻ്റെ ഫോൺ വച്ചു. ഐ പുട്ട് എന്നാൽ ഞാൻ വച്ചു. ഓൺ ദ വിൻഡോ എന്നാൽ ജനലിൽ. ഐ പ്രസ് ദ ബട്ടൺ. ഞാൻ ബട്ടൺ അമർത്തി. പ്രസ്ഡ് എന്നാൽ അമർത്തി. ക്ലിക്ക്. ഐ ടുക്ക് ദ ഫോൺ. ഞാൻ ഫോൺ എടുത്തു. ഐ ലുക്ക്ഡ് അറ്റ് ദ സ്ക്രീൻ. ഞാൻ സ്ക്രീനിലേക്ക് നോക്കി. ദ ഫോട്ടോ വാസ് ദ. ഫോട്ടോ അവിടെയുണ്ടായിരുന്നു. ഫോണിൽ ഉണ്ടായിരുന്നു. ബെത്തനീസ് ഫേസ് ഇൻ ഹെർ വിൻഡോ. ബെത്തനിയുടെ മുഖം ജനലിൻ്റെ അവിടെ ഉള്ള ഒരു ഫോട്ടോ. ദിസ് വാസ് ഇറ്റ്. അതായിരുന്നു അത്. ദ പ്രൂഫ്. തെളിവ്. ജാക്സന് കാണിച്ചു കൊടുക്കാനുള്ള തെളിവ് അതായിരുന്നു. ജാക്സൺ ലുക്ക്. നോക്കൂ. ഐ സെഡ്. ഞാൻ പറഞ്ഞു. ജാക്സൺ നോക്കൂ. ഹി വാസ് അറ്റ് ദ ടേബിൾ. അദ്ദേഹം ടേബിളിൽ ഉണ്ടായിരുന്നു. ഐ ഹെൽഡ് ഔട്ട് ദ ഫോൺ ടു ഹിം. ഞാൻ ഫോൺ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ജാക്സൺ ലുക്ക്ഡ് അറ്റ് ദ പിക്ചർ. ജാക്സൺ ആ ചിത്രത്തിലേക്ക് നോക്കി. ഹിസ് ഫേസ് ചേഞ്ച്ഡ്. അദ്ദേഹത്തിൻ്റെ മുഖം മാറി മറിഞ്ഞു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ഈസ് ദാറ്റ് ഹെർ. ഇത് അവളാണോ? ഐ സെഡ്. ഞാൻ പറഞ്ഞു. യെസ്. അതെ. ജാക്സൺ സ്റ്റുഡ് അപ്പ്. ജാക്സൺ എഴുന്നേറ്റു. ഹി പുട്ട്. അദ്ദേഹം വച്ചു. ഹിസ് ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ കൈ. ഓൺ മൈ ആം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ കയ്യിൽ വച്ചു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. യു വേർ റൈറ്റ്. നീ ശരിയായിരുന്നു. നീ പറഞ്ഞത് ശരിയായിരുന്നു ഗ്രേസ്. ഐ ആം സോറി. ഐ ഡിഡ് നോട്ട് ബിലീവ് യു. ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നില്ല. ഹി ലുക്ക്ഡ് അറ്റ് ദ ബെത്തനീസ് വിൻഡോ. അദ്ദേഹം ബെത്തനിയുടെ ജനലിലേക്ക് നോക്കി. ദെൻ ബാക്ക് അറ്റ് ദ ഫോൺ. ശേഷം ഫോണിലേക്കും തിരിച്ചു നോക്കി. ഹി ലുക്ക്ഡ് സ്കേർഡ്. അദ്ദേഹത്തെ ഭയപ്പെട്ടവനായിട്ട് കാണപ്പെട്ടു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. സ്റ്റേ ക്ലോസ് ടു മീ. എൻ്റെ അടുത്ത് നിൽക്കൂ. ആഫ്റ്റർ എ വൈൽ. അല്പസമയത്തിന് ശേഷം ജാക്സൺ സെഡ്. ജാക്സൺ പറഞ്ഞു. ഐ നീഡ് ടു ഗോ ഓവർ ദർ. എനിക്ക് അവിടേക്ക് പോകണമെന്നുണ്ട്. ഐ നീഡ് ടു ടോക്ക് ടു ഹെർ. എനിക്ക് അവളോട് സംസാരിക്കണം. ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു പോയി. മൈ ഹസ്ബൻഡ്. എൻ്റെ ഭർത്താവ് വോക്ക്ഡ്. നടന്നു പോയി. വോക്ക്ഡ് ടു ദ ഫ്രണ്ട് ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അദ്ദേഹം മുൻവശത്ത് വാതിലിലേക്ക് പോയി വാതിൽ തുറന്നു. ഐ വാച്ച്ഡ് ഹിം ഗോ. അദ്ദേഹം പോകുന്നത് ഞാൻ നോക്കി നിന്നു. ഐ സ്റ്റൂഡ്. ഞാൻ നിന്നു. ബൈ അവർ വിൻഡോ. ഞങ്ങളുടെ ജനലിൻ്റെ അടുത്ത് ഞാൻ നിന്നു. ഹി വെൻറ്റ് ടു ബെത്തനീസ് ഹൗസ്. അദ്ദേഹം ബെത്തനിയുടെ വീട്ടിലേക്ക് പോയി. ദർ വെർ നോ ലൈറ്റ്സ് ഓൺ. അവിടെ പ്രകാശിക്കുന്ന ബൾബുകൾ ഇല്ലായിരുന്നു. ഹി നോക്ക്ഡ് ഓൺ ഹെർ ഡോർ. അദ്ദേഹം അവളുടെ വാതിലിൽ മുട്ടി. നോക്ക്ഡ് എന്നാൽ മുട്ടി. നോ വൺ കെയിം ടു ദ ഡോർ. ഡോറിൻ്റെ അവിടേക്ക് ആരും വന്നില്ല. നോ സൗണ്ട് കെയിം ഫ്രം ഇൻസൈഡ്. അകത്തു നിന്നും ഒരു ശബ്ദവും പുറത്തേക്ക് വന്നില്ല. ജാക്സൺ നോക്ക്ഡ് അഗൈൻ. ജാക്സൺ വീണ്ടും വാതിലിൽ മുട്ടി. സ്റ്റിൽ നത്തിങ്. എന്നിട്ടും ഒന്നുമില്ല. ജാക്സൺ ലുക്ക്ഡ് ഇൻ ടു ദ വിൻഡോസ്. ജാക്സൺ ജനലുകളിലേക്ക് നോക്കി. ദർ വാസ് നോ സൈൻ. അവിടെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. ദാറ്റ് എനിവൺ ലിവ്ഡ് ദർ. അവിടെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണവും അവിടെ ഇല്ലായിരുന്നു. നോ ക്ലോത്ത്സ്. വസ്ത്രങ്ങളില്ല. നോ ചെയേഴ്സ്. കസേരകളില്ല. നോ ടേബിൾ. ടേബിളുകളില്ല. ജാക്സൺ കെയിം ബാക്ക്. ജാക്സൺ തിരിച്ചു വന്നു. ഹിസ് ഫേസ് വാസ് പെയിൽ. പെയിൽ എന്നാൽ വിളറിയ. അദ്ദേഹത്തിൻ്റെ മുഖം വിളറിയിട്ടുണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് സ്കേർഡ്. അദ്ദേഹത്തെ ഭയപ്പെട്ടവനായിട്ട് കാണപ്പെട്ടു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ഗ്രേസ്. ദർ ഈസ് നോ വൺ ദർ. അവിടെ ഒരാളുമില്ല. ഐ നോക്ക്ഡ് മെനി ടൈംസ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വാതിലിൽ മുട്ടി. ഐ ലുക്ക്ഡ് എവരിവെയർ. ഞാൻ എല്ലായിടത്തും നോക്കി. ബട്ട് ദ ഹൗസ് ഈസ് എംപ്റ്റി. പക്ഷേ വീട് ശൂന്യമാണ്.
ഐ ഫ്രോസ്, ഞാൻ മരവിച്ചു പോയി. ഐ സെഡ്, ഞാൻ പറഞ്ഞു, എം ടി, ശൂന്യമോ. ബട്ട് ബെത്തനി ലിവ്സ് ദർ. ബെത്നി അവിടെ താമസിക്കുന്നുണ്ട്. വി സോ ഹെർ ടുഡേ. ഞങ്ങൾ ഇന്ന് അവളെ കണ്ടിരുന്നു. ഐ ടുക്ക് പിക്ചർ. ഞാൻ അവളുടെ ചിത്രമെടുത്തു. ജാക്സൺ ഷുക്ക് ഹിസ് ഹെഡ്. ജാക്സൺ അദ്ദേഹത്തിൻ്റെ തല കുലുക്കി. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, നോ ഗ്രേസ്, ഇല്ല. ഐ ആസ്ക്ഡ് സം പീപ്പിൾ. ഞാൻ കുറച്ച് ആളുകളോട് ചോദിച്ചു. ദാറ്റ് ഹൗസ് ഹാസ് ബീൻ എംപ്റ്റി ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളോളമായി ആ വീട് ശൂന്യമാണ്. നോബഡി ലീവ്സ് ദർ. അവിടെ ഒരാളും താമസിക്കുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എൻ എംപ്റ്റി ഹൗസ്. അതൊരു ശൂന്യമായ വീട് മാത്രമാണ്. മൈ ഹാർട്ട് സ്റ്റോപ്ഡ്. എൻ്റെ ഹൃദയം നിലച്ചു. എൻ എംപ്റ്റി ഹൗസ്, ഒരു ശൂന്യമായ വീട്. ബട്ട് പക്ഷേ ഐ ഹാഡ് സീൻ ബെത്നി എവരി സിംഗിൾ ഡേ. ഓരോ ദിവസവും ഞാൻ ബെത്നിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവരി സിംഗിൾ ഡേ എന്നാൽ ഓരോ ദിവസവും. ദ ഫോട്ടോ ഓൺ മൈ ഫോൺ ഷോഡ് ബെത്നീസ് ഫേസ് ക്ലിയർലി. ഞാൻ എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോയിൽ ബെത്നിയുടെ മുഖം വ്യക്തമായി കാണുന്നുണ്ട്. ഹൗ കുഡ് ദിസ് ബി ട്രൂ? ഇത് എങ്ങനെ സത്യമാകും? ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ലൂസിങ് മൈ മൈൻഡ്. എനിക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുന്നത് പോലെ തോന്നി. ജാക്സൺ സാറ്റ് നെക്സ്റ്റ് ടു മീ. ജാക്സൺ എൻ്റെ അടുത്ത് ഇരുന്നു. ഐ കുഡ് നോട്ട് ബിലീവ് ഹിസ് വേർഡ്സ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഐ കുഡ് നോട്ട് ബിലീവ് എന്നാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഹിസ് വേർഡ്സ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു, ടു ഫൈൻഡ് ദ ട്രൂത്ത് മൈസെൽഫ്. മൈസെൽഫ് എന്നാൽ ഞാൻ സ്വയം തന്നെ, ട്രൂത്ത് എന്നാൽ സത്യം. അടുത്ത ദിവസം രാവിലെ ഞാൻ സ്വയം തന്നെ സത്യം കണ്ടെത്താൻ തീരുമാനിച്ചു. ഐ വോക്ക്ഡ് ക്വിക്ക്ലി. ഞാൻ വേഗത്തിൽ നടന്നു പോയി. ടു ദ സ്ട്രീറ്റ് ഓഫീസ് ഇൻ ടൗൺ. ടൗണിലുള്ള സ്ട്രീറ്റ് ഓഫീസിലേക്ക് അടുത്ത ദിവസം രാവിലെ ഞാൻ വേഗത്തിൽ നടന്നു പോയി. സത്യം മനസ്സിലാക്കാൻ, സത്യം കണ്ടെത്താൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ സ്വയമായിട്ട് സത്യം കണ്ടെത്താൻ തീരുമാനിച്ചു. എ കൈൻഡ് വുമൺ, ഒരു അനുകമ്പയുള്ള സ്ത്രീ, സാറ്റ് അറ്റ് എ ഡെസ്ക്. ഡെസ്കിൽ ഒരു അനുകമ്പയുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് ദ വുമൺ, ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എബൌട്ട് ദ ഹൗസ് നെക്സ്റ്റ് ഡോർ. ഞങ്ങളുടെ അടുത്തുള്ള ആ വീടിനെ പറ്റി ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു. ഐ ഗേവ് ഹർ ദി അഡ്രസ്. ഞാൻ അവൾക്ക് മേൽവിലാസം നൽകി. ഷീ വെൻറ്റ് ടു എ കമ്പ്യൂട്ടർ. അവൾ ഒരു കമ്പ്യൂട്ടറിനടുത്തേക്ക് പോയി. ഐ വെയിറ്റഡ്. ഞാൻ കാത്തിരുന്നു. ദ വുമൻ കെയിം ബാക്ക്. ആ സ്ത്രീ തിരിച്ചു വന്നു. വിത്ത് ഒഫീഷ്യൽ പേപ്പേഴ്സ്. ഔദ്യോഗികമായിട്ടുള്ള രേഖകളുമായിട്ട് ആ സ്ത്രീ തിരിച്ചു വന്നു. ദ പേപ്പേഴ്സ് സെഡ്. ആ പേപ്പറുകളിൽ പറയുന്നത് ദ ഹൗസ് വാസ് എംപ്റ്റി. ആ വീട് ശൂന്യമാണ് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഇറ്റ് ഹാഡ് ബീൻ എംപ്റ്റി ഫോർ 5 years. 5 വർഷത്തോളമായി ആ വീട് ശൂന്യമായിരുന്നു. മൈ ഹാൻഡ് സ്റ്റാർട്ടഡ് ഷെയ്ക്കിംഗ്. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. മൈ ഹോൾ ബോഡി ഫെൽറ്റ് കോൾഡ്. എൻ്റെ ശരീരം മുഴുവൻ തണുപ്പ് അനുഭവപ്പെട്ടു. ദർ വാസ് നോ ബെത്നി. അവിടെ ബെത്നി ഇല്ലായിരുന്നു. ദർ വാസ് നോ നെയ്ബർ. അവിടെ അയൽവാസി ഇല്ലായിരുന്നു. വാച്ചിങ് മീ. എന്നെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ അയൽവാസി ഇല്ലായിരുന്നു. ഇറ്റ് മെയ്ഡ് നോ സെൻസ്. അത് ഒട്ടും യുക്തിസഹമായിരുന്നില്ല. ഐ ക്വിക്ക്ലി ടുക്ക് ഔട്ട് മൈ ഫോൺ. ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോൺ പുറത്തേക്കെടുത്തു. ഐ ഓപ്പൺ ദ ഫോട്ടോ. ഞാൻ ഫോട്ടോ തുറന്നു. ഐ ഹാഡ് ടേക്കൺ ഓഫ് ബെത്നീസ് ഫേസ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ബെത്നിയുടെ മുഖം ഞാൻ തുറന്നു. ആ ഫോട്ടോ ഞാൻ എടുത്തു. ബട്ട് നൗ എന്നാൽ ഇപ്പോൾ ദർ വാസ് നോ ഫേസ് അറ്റ് ഓൾ. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു മുഖം ഇല്ലായിരുന്നു. ഓൺലി എൻ എംപ്റ്റി വിൻഡോ. ഒരു ശൂന്യമായ ജനൽ മാത്രമാണ് കാണുന്നത്. നോ വുമൺ സ്റ്റുഡ് ദർ. അവിടെ ഒരു സ്ത്രീയും നിൽക്കുന്നില്ല. ഐ സ്റ്റേഡ് അറ്റ് ദ സ്ക്രീൻ. ഞാൻ സ്ക്രീനിലേക്ക് തുറിച്ചു നോക്കി. ആഫ്റ്റർ ദാറ്റ് ഡേ. ആ ദിവസത്തിന് ശേഷം ഐ സോ ഷാഡോസ് മൂവ് ഇൻ മൈ ഹൗസ്. ഞാൻ കണ്ടു. ഷാഡോസ് എന്നാൽ നിഴലുകൾ. മൂവ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീടിനുള്ളിൽ നിഴലുകൾ നീങ്ങുന്നത് ഞാൻ കണ്ടു. ജാക്സൺ സോ മൈ ഫിയർ. ഞാൻ ഭയപ്പെടുന്നത് ജാക്സൺ കണ്ടു. ഹി വാസ് വറീഡ് ഫോർ മീ ആൻഡ് ഫോർ ഹിംസെൽഫ്. എന്നെക്കുറിച്ചും അദ്ദേഹത്തെപ്പറ്റിയും അദ്ദേഹം വിഷമിച്ചിരുന്നു. എന്നെക്കുറിച്ചും തൻ്റെ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം വിഷമിച്ചിരുന്നു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, ഗ്രേസ്, വി മസ്റ്റ് ലീവ്. നമ്മൾ തീർച്ചയായും പോകണം. നമ്മൾ തീർച്ചയായും ഉപേക്ഷിക്കണം. ഇതൊക്കെയാണ് അർത്ഥം. വി നീഡ് ടു മൂവ് അവേ ഫ്രം ഹിയർ.
നമ്മൾ ഇവിടെ നിന്നും പോകേണ്ടതുണ്ട്. വി ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് സംവേർ എൽസ്. സംവേർ എൽസ് എന്നാൽ വേറെ എവിടെയെങ്കിലും. നമുക്ക് വേറെ എവിടെയെങ്കിലും പുതിയ ജീവിതം ആരംഭിക്കാം. ഹി ഹോപ്ഡ്. അദ്ദേഹം പ്രതീക്ഷിച്ചു. എ ന്യൂ ഹോം വുഡ് മേക്ക് മീ സേഫ്. ഒരു പുതിയ വീട് എനിക്ക് സുരക്ഷിതത്വം നൽകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ബട്ട് ഐ ന്യൂ. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു. മൂവിങ് വുഡ് നോട്ട് ഹെൽപ്പ്. അവിടെ നിന്ന് മാറിപ്പോകുന്നത് സഹായിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ബെത്നി വാസ് നോട്ട് എ പ്ലേസ്. ബെത്നി ഒരു സ്ഥലമല്ലായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രം ഉള്ളതായിരുന്നില്ല. ബെത്നി വാസ് സംതിങ് എൽസ്. ബെത്നി മറ്റെന്തോ ആയിരുന്നു. ഐ ന്യൂ. എനിക്കറിയാമായിരുന്നു. ഐ വുഡ് നെവർ ബി ഫ്രീ. ഞാൻ ഒരിക്കലും സ്വതന്ത്രയായേക്കുകയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇഫ് ഹി മൂവ്ഡ് ടു എ ന്യൂ സിറ്റി ഓർ കൺട്രി. ഞങ്ങളൊരു പുതിയ പട്ടണത്തിലേക്കോ ഒരു പുതിയ രാജ്യത്തിലേക്കോ മാറിയാൽ ഇറ്റ് വുഡ് നോട്ട് മാറ്റർ. അതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടായേക്കുകയില്ല. എനിക്ക് ഒരിക്കലും സ്വതന്ത്രയാകാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങളൊരു പുതിയ നഗരത്തിലേക്കോ മറ്റൊരു രാജ്യത്തിലേക്കോ താമസം മാറിയാലും അതുകൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടായേക്കുകയില്ല. ബെത്നി വുഡ് ഫൈൻഡ് മീ. ബെത്നി എന്നെ കണ്ടെത്തിയേക്കും. ദ വാച്ചിങ് വുഡ് നെവർ സ്റ്റോപ്പ്. നിരീക്ഷിച്ചുകൊണ്ടിരിക്കൽ ഒരിക്കലും നിർത്തുകയില്ല. സംടൈംസ്. ചില സമയങ്ങളിൽ. വെൻ ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത്. ചില സമയങ്ങളിൽ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് മൈ ഐസ് ചേഞ്ച്ഡ്. എൻ്റെ കണ്ണുകൾ മാറി മറിയുന്നു. ദേ ലുക്ക്ഡ്. അവകൾ കാണപ്പെടുന്നു. എൻ്റെ കണ്ണുകൾ കാണപ്പെടുന്നു. എക്സാക്ട്ലി ലൈക്ക് ബെത്നീസ് ഐസ്. തികച്ചും ബെത്നിയുടെ കണ്ണുകളെപ്പോലെ എൻ്റെ കണ്ണുകൾ കാണപ്പെടുന്നു. ഐ അണ്ടർസ്റ്റുഡ് നൗ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ബെത്നി വാസ് നോട്ട് എ നെയ്ബർ. ബെത്നി ഒരു അയൽവാസിയായിരുന്നില്ല. ബെത്നി വാസ് ഇൻസൈഡ് മീ. ബെത്നി എൻ്റെ ഉള്ളിലായിരുന്നു. ദ വാച്ചിങ് നെവർ എൻഡഡ്. എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കൽ അവസാനിച്ചില്ല. ഇറ്റ് വാസ് ഓൾവേസ് ദർ. അത് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എവരി ടൈം ഐ വാസ് അലോൺ. ഓരോ തവണയും ഞാൻ തനിച്ചായിരിക്കുമ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ്. എനിക്ക് ഇത് തോന്നുന്നു. എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അനുഭവപ്പെടുന്നു. ഈവൻ വിത്ത് ജാക്സൺ. ജാക്സൻ്റെ കൂടെയായിരിക്കുമ്പോൾ പോലും ഐ ഫെൽറ്റ് ഇറ്റ്. എനിക്കങ്ങനെ അനുഭവപ്പെടുന്നു. എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. ബെത്നി വാസ് ഓൾവേസ് വാച്ചിങ്. ബെത്നി എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദ ഫീലിങ്സ് വാസ് പാർട്ട് ഓഫ് മീ. ആ തോന്നൽ എന്നിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ആ വികാരം എന്നിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഇതൊക്കെയാണ് അർത്ഥം. ദ ഫീലിംഗ് വാസ് എ പാർട്ട് ഓഫ് മീ.